എറണാകുളം മണിയുടെ സംഗീത വിസ്മയം കേൾക്കാനും കാണാനും എറണാകുളത്ത് പോകേണ്ട. പത്തനംതിട്ട കല്ലറക്കടവിലെ നന്ദിനി ഭവനത്തിലെത്തിയാൽ 3 തലമുറകൾ ഒന്നിക്കുന്ന സംഗീത വിസ്മയത്തിൽ അലിഞ്ഞുചേരാം. അഞ്ചു വയസ്സിൽ സംഗീത സദസ്സിന് മൃദംഗം വായിച്ചാണ് എറണാകുളം മണി തന്റെ കലാസപര്യയ്ക്ക് തുടക്കം കുറിച്ചത്. ഇതിനിടയിൽ ചോറ്റാനിക്കരയിലേക്ക് താമസം മാറ്റി അമ്മ ചോറ്റാനിക്കര ശ്രീ നന്ദിനി. മലയാള സിനിമയിലെ അഭിനേത്രിയായിരുന്നു. അച്ഛൻ ആർട്ടിസ്റ്റ് മുരുകേഷ്. ഒരു കലാകുടുംബത്തിൽ ജനിച്ചതിനാലാവാം ഈ കഴിവുകൾ തനിക്ക് കിട്ടിയതെന്ന് മണി പറഞ്ഞു. ചെയ്ത് ജയിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഇപ്പോൾ വയ്യ. എന്തോ പുതിയ കലാകാരന്മാർ ഒരുപാട് പേരുണ്ട്. അവരോട് പറയാനുള്ള എന്താണ്? അവരൊക്കെ നല്ല നല്ല കലാകാരന്മാരല്ലേ, ഇഷ്ടംപോലെ കലാകാരന്മാരുണ്ട്. ഇപ്പോൾ കൊച്ചു പിള്ളേരാണ് ഏറ്റവും എനിക്ക് കൂടുതൽ ഇഷ്ടം. അവരുടെയൊക്കെ ടാലൻ്റ് എന്തുവാ, നമ്മളൊക്കെ മാറി നിൽക്കും. വാസ്തവത്തിൽ എല്ലാ കലാകാരന്മാരും നന്നായി വരട്ടെ. അപ്പോൾ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിലുള്ള പോലെയല്ല. അത് ചിലപ്പോൾ ഞങ്ങൾക്ക് 5 രൂപയും തന്ന് ബസ് കാശും തന്ന് ഞങ്ങൾ ഇതും ചുമന്നോട് നടക്കുന്ന കാലഘട്ടമായിരുന്നു പണ്ടുള്ള കാലത്ത്. അന്നും കലയോട് സ്നേഹമായിരുന്നു. ഇന്നിപ്പോൾ അതല്ലല്ലോ, എല്ലാം ഉയർന്ന ഇതല്ലേ. കുഴപ്പമില്ല. മോൻ തബല വായിക്കും, കീബോർഡ് വായിക്കും, നന്നായിട്ട് വായിക്കും. ഇപ്പോഴത്തെ പ്രോഗ്രാമിനൊക്കെ പോകുന്ന ആളാണ്. അവനാണ് ഈ കുടുംബം ഇപ്പം നടത്തുന്നത്. വേറെ ഒന്നും വരായികയില്ല. അല്ല, എനിക്ക് ശ്വാസം മുട്ടും ലങ്സിനുള്ള കുഴപ്പമാണ്. ഞാൻ ICUലൊക്കെ ആയിരുന്നു. അപ്പം അതിപ്പോൾ കൂടുതലായിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്ത് വായിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് നേരം ഇരിക്കുമ്പോൾ ശ്വാസം മുട്ടും. അത് ഈ അവശ കലാകാരന്മാർക്കുള്ള സർക്കാരിന്റെ സർക്കാരിൽ നിന്ന് വല്ലതും ഉണ്ടോ? ഇല്ല ഇല്ല, കലാകാരന്മാർക്കൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഒന്നും കിട്ടിയിട്ടില്ല. ഏറ്റവും വലിയ ആഗ്രഹം എന്തോ? കലാപരമായിട്ടുള്ള ആഗ്രഹം എന്തോ? പിന്നെ എന്താണ് ആഗ്രഹം? ആർക്കാ? എനിക്കാണ്. ഇനിയിപ്പോൾ എങ്ങനെയെങ്കിലും മരിക്കുക എന്നുള്ള ആഗ്രഹമുള്ളൂ. കാരണം പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മാധ്യമങ്ങളൊന്നും ഇല്ലാത്തൊരു വർഷത്തിലാണ്. പക്ഷെ അന്ന് എറണാകുളം മണി എന്നാണ് എൻ്റെ തൂലിക നാമം. അതെങ്ങനെ വന്നു എറണാകുളം മണി എന്നുള്ള പേര്? ഞാൻ എറണാകുളത്തായിരുന്നു താമസിക്കൊണ്ടിരുന്നത്, ചോറ്റാനിക്കര ദേശത്ത്. ഇവിടെ വന്നപ്പോഴത്തെ ഒരു ബാനർ വേണമല്ലോ എന്ന് വിചാരിച്ച എറണാകുളം മണി എന്നാ. അപ്പോൾ എറണാകുളം മണിയായിട്ടാണ് എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ എൻ്റെ ഒറിജിനൽ പേര് മൃദംഗം വായിക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പിന്നീട് തബലയിലേക്ക് വന്നു. തബലയിൽ നിന്ന് കീബോർഡിലേക്ക് വന്നു, ഹാർമോണിയം വായിക്കുക. പിന്നെ നാടകരംഗത്തൊക്കെ സജീവമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. അഭിനയത്തിൽ കോമഡി ആയിരുന്നു ഞാൻ കൂടുതലും അഭിനയിച്ചുകൊണ്ടിരുന്നത്. നാടകം CL ജോസിൻ്റെ ജ്വലന നാടകം തന്നെ 10-200 കളിച്ചത്. അങ്ങനെ പല നാടകങ്ങളുണ്ട്. എല്ലാം ഓർമ്മയൊന്നുമില്ല. പിന്നെ സേവ്യർ പുൽപ്പാടിൻ്റെ മുഖങ്ങൾ, അതുപോലെ അഭിമന്യു, ഇങ്ങനെ കുറേ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ റീമ്യൂസിക് ചെയ്യാൻ പോകുമായിരുന്നു നാടകത്തിനും ബാലയ്ക്കും. ബാല 5-8 ബാല സഹകരിച്ചിട്ടുണ്ട്. പിന്നെ 10-20-25 വർഷം കലയിൽ തന്നെയായിരുന്നു. അതുകൊണ്ടൊക്കെ അല്ല, ആദ്യമേ തബലയായിരുന്നു കൂടുതലായിട്ട്. പിന്നീട് ഹാർമോണിയത്തിലേക്ക് മാറി. എനിക്കോ? എനിക്കിപ്പോ ഹാർമോണിയം. എറണാകുളം മണി എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന സുബ്രഹ്മണ്യം ചെറിയ കലാകാരനല്ല. നിരവധി നാടകങ്ങൾ, ബാലെ, കഥാപ്രസംഗം, ഗാനമേള, ഭജന തുടങ്ങിയ കലകളുടെ പിന്നണിയിൽ ഹാർമോണിയം, കീബോർഡ്, തബല, മൃദംഗം, ഡോലക് എന്നിവയിൽ തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ താളവിസ്മയം തീർക്കാൻ മിടുക്കനായിരുന്നു മണി. 16-ാമത്തെ വയസ്സിൽ ഫോട്ടോഗ്രാഫി പഠിച്ചു. അത് പിന്നെ തൊഴിലാക്കി. ഫോട്ടോഗ്രാഫർ ജോലിക്കായാണ് വർഷങ്ങൾക്ക് മുൻപ് ചങ്ങനാശ്ശേരി സെൻട്രൽ സ്റ്റുഡിയോയിലെത്തുന്നത്. പിന്നീട് പത്തനംതിട്ട കണ്ണങ്കര മാത്യൂസ് സ്റ്റുഡിയോയിലെത്തി. ഇതിനിടയിലാണ് ഭാര്യ ശ്യാമളയെ കണ്ടുമുട്ടുന്നതും പ്രണയിക്കുന്നതും വിവാഹം കഴിച്ചതും. കലാകാരനായ മണിയുടെ ഭാര്യ ശ്യാമള പാട്ടുകാരിയാണ്. പറയാനില്ല, ചെറുപ്പം മുതലേ പാട്ടിനോട് എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെ
ഒരു ചെറിയ വേദനയ്ക്കൊക്കെ പോകുമായിരുന്നു. അച്ഛനെ കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചാ? അച്ഛനെ കണ്ടുകൊണ്ടിരുന്നത് പുള്ളി ഇവിടെ സ്റ്റുഡിയോ ജോലിക്ക് ആദ്യം വരുന്നത് ഫസ്റ്റില്. അങ്ങനെ പിന്നെ എൻ്റെ ആങ്ങളെയും ഈ പുള്ളിയായിട്ട് ഞങ്ങൾക്ക് ബന്ധമുള്ളതാ. അവർ രണ്ടുപേരും സ്റ്റുഡിയോ ജോലിക്കൊക്കെ പോയി. അങ്ങനെ അപ്പോൾ എനിക്ക് പാട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അച്ഛനൊരു ഹാർമോണിയം മേടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഈ പുള്ളി കലാകാരനായതുകൊണ്ട് ആ പാട്ട് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് പാടും. ശബരിമലയിൽ തങ്ക സൂര്യോദയം. സുബ്രഹ്മണ്യനും ശ്യാമളയ്ക്കും 2 മക്കളാണുള്ളത്. മകൾ സുനിത പാട്ടുകാരിയും നർത്തകിയുമാണ്. മകൻ സുമേഷ് പത്തനംതിട്ട അച്ഛനെ പോലെ എല്ലാ വാദ്യ ഉപകരണങ്ങളും വായിക്കുന്നു. കൂടാതെ ഗാനമേള, ഭജന, ഭക്തിഗാനമേള എന്നീ കലാപരിപാടികളിൽ പങ്കെടുക്കുന്ന കലാകാരൻ കൂടിയാണ്. സുമേഷിന്റെ മകൻ 3ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിത്യനും അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും വഴി പിന്തുടരുകയാണ്. അമ്മ സ്വാതിയും ആദിത്യനെ പ്രോത്സാഹനം നൽകുന്നുണ്ട്. സ്കൂൾ കലോത്സവത്തിൽ തബല വായനയിൽ സമ്മാനം ലഭിച്ചതായി ആദിത്യൻ പറഞ്ഞു. തബല എവിടുന്ന പഠിച്ചേ? അച്ചാച്ചൻ വായിക്കുന്ന അതേപോലെ അച്ചാച്ചൻ വായിച്ചാണോ? അപ്പൂപ്പൻ പഠിപ്പിച്ചില്ലേ? അപ്പൂപ്പനും പഠിപ്പിക്കുന്നുണ്ട്. ഏത് സ്കൂളിലാ പഠിക്കുന്നത്? ശാന്താനന്ദ വിദ്യാനികേതൻ. എത്രല്ല പഠിക്കുന്നത്? 3. 3ാം ക്ലാസ്സിലോ? ഏതൊക്കെ താളങ്ങളാ വായിക്കുന്നത്? ഇങ്ങനെ ഇതെല്ലാം വായിക്കും. എല്ലാം വായിക്കും. പാട്ട് പാടുമോ? പാട്ട് പാടുമോ? പാട്ട് പാടും. പാട്ട് പാടുമോ? ശങ്കര മഹാദേവ ചന്ദ്രജു കലാതര ശങ്കര മഹാദേവ ചന്ദ്രജൂഡകലാതര നീലകണ്ഠ പാർവതീശ ചന്ദ്രജൂഡകലാതര ശങ്കര മഹാദേവ ഫോട്ടോഗ്രാഫി രംഗത്തു നിന്നും വിസ്മരിക്കപ്പെട്ടപ്പോൾ ഫോട്ടോഗ്രാഫർ വേഷം ഉപേക്ഷിക്കേണ്ടതായി വന്നെന്നും മണി പറഞ്ഞു. ശബ്ദ കോലാഹലങ്ങൾക്കിടയിൽ സ്വന്തം ചെവിയുടെ കേൾവിശക്തിയും നഷ്ടമായി. ഒപ്പം ഹൃദയ സംബന്ധമായ രോഗത്തിനും അടിമയുമായി അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ പോലും എറണാകുളം മണിയെ തേടി വന്നില്ല. വർഷങ്ങൾക്ക് മുൻപ് കലാരംഗത്ത് മുടിചൂടാ മന്നനായി വിലസിയ കാലത്ത് എറണാകുളം മണിക്ക് കലാപരിപാടിക്ക് പങ്കെടുത്താൽ ലഭിച്ചിരുന്ന വേതനം ഒരു ദിവസം 200 രൂപയായിരുന്നു. ഭജനയ്ക്ക് 25 രൂപ വരെ കിട്ടിയതായും തിരക്കിൽ നിന്നും തിരക്കിലേക്ക് സഞ്ചരിച്ച കാലത്ത് തിരിച്ചറിയാതെ പോയ ഗ്രാമീണ കലാകാരന്മാരിൽ ഒരാളായി മണി ഇന്നും കല്ലറക്കടവിലെ വീട്ടിൽ പഴയ ഓർമ്മകളിലെ ഹാർമോണിയത്തിലൂടെ വിരലുകൾ ഓടിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചാനൽ 91.